പൂർണ്ണമായും തകർന്നാവസ്ഥയിലായ വല്ലപ്പുഴ യാറം റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മഴ കനത്തതോടെ റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. റോഡ് പൂർണ്ണമായും തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായിട്ട് നാളുകൾ ഏറെയായി. റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെ ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന ഈ പാതയിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടിലാണ്. പൊടിപടലങ്ങളും മഴക്കാലത്തെ വെള്ളക്കെട്ടും കാരണം ഉപഭോക്താക്കൾ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് എത്താൻ മടിക്കുകയാണ്. ഇവിടെ വെക്കുന്ന ലോഡ്ജിനെല്ലാം നനഞ്ഞു പോകുന്നുണ്ട്. വണ്ടിക്കാർ പോകുമ്പോൾ വെള്ളം തെറിച്ചിട്ട് കടയുടെ ഉള്ളിലേക്കാണ് വെള്ളം വരുന്നത്. പിന്നെ വണ്ടിക്കാർ വന്നിട്ട് കുറേ ബൈക്കാർ ഈ കുഴിയിൽ വീഴുന്നുണ്ട്. ചളിയൊക്കെ ആയിട്ട് തെറിച്ചിട്ടും പോകുന്നുണ്ട്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഈ അധികാരികൾ ഇത് കണ്ണു തുറക്കണില്ല. എത്രയോ പ്രാവശ്യങ്ങൾ ഇതിന് നിവേദനം കൊടുത്തിരിക്കണം. ഈ കുഴി ഉണ്ടായിട്ട് വണ്ടിയുടെ പണിയൊക്കെ മുഴുവൻ കഴിച്ചു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.